വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS ക്വാണ്ട് സെക്ഷൻ ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IBPS റീസണിങ് സെക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2020 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സീരീസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12,7,8,13 ക്വസ്റ്റ്യൻ മാർക്ക് 68.5 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും എന്താണ് 12 ഇൻറ്റു 12ന്റെ പകുതിയാണെന്ത് 12/1/2 ആണെന്ത് 6 എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. അപ്പൊ 6നോട് അടുത്തൊരു നമ്പറാണ് ഇവിടെ കിടക്കുന്നത് 7. സോ നമുക്ക് എന്താണ് 6 + 1 ആണ് 7 എന്ന് എടുക്കാം അല്ലെ. 12 × 1/2 = 6. 6 + 1 7 കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്തതും അതുപോലെ എന്താണ് 7 × 0.5 ആണ് ആദ്യത്തെ സീരീസിൽ. നെക്സ്റ്റ് വരുമ്പോൾ 1 ആണ് പ്ലസ് 1 തന്നെ. ഇപ്പൊ എത്ര കിട്ടും 8 കിട്ടും. അടുത്ത ടേം 8 × 1.5 പ്ലസ് 1. അപ്പം 8 × 1 and 1/2 8 × 3/2 പ്ലസ് 1. അപ്പൊ എത്ര കിട്ടും 13 കിട്ടും. സോ നെക്സ്റ്റ് 13 × 2 പ്ലസ് 1. അപ്പൊ എത്ര കിട്ടും 27 കിട്ടും. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി 27 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 12 × 0.5 പ്ലസ് 1, 7 × 1 പ്ലസ് 1, 8 × 1.5 പ്ലസ് 1, 13 × 2 പ്ലസ് 1. ഈ ഒരു സീരീസിലാണ് ഇവിടെ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8, 9, 19, 58 ഈ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലെ. ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 8 × എന്ത് കിട്ടും 8 × 1 അല്ലെ. 8 × 1 8 ആണ് പ്ലസ് 1. അത് കഴിഞ്ഞ് 9 × 2 18 പ്ലസ് 1. ഓക്കെ. ഇനി 19 × 3 പ്ലസ് 1. അതുപോലെ 15/8 × 4 പ്ലസ് 1. അത് 233 × 5. 5 3 15 6 1 5 15 16 1165. 1165 പ്ലസ് 1 1166. സോ 1166 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പോകുന്നത് 8 × 1 പ്ലസ് 1. 8 × 1 8 പ്ലസ് 1 9. അത് ഈ സെക്കൻഡ് അടുത്ത ടേം തേർഡ് ടേം 9 × 2 പ്ലസ് 1 18 പ്ലസ് 1 19. 19 × 3 പ്ലസ് 1. ആ ഒരു രീതിയിലാണ് ഇവിടെ സീരീസ് പോകുന്നത്. നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തത് വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 12, 24 അങ്ങനെ പോവാണ്. അപ്പൊ 12 × 1 ആണ് എന്ത് 12. അടുത്തതോ 12 × 2 ആണ് എന്ത് 24. അടുത്തത് 24 × 3 ആണ് 72. അടുത്തത് 72 × 4 അല്ലേ അടുത്ത ടേം വരാൻ പറ്റുള്ളൂ. അപ്പൊ 72 × 4 288. 288 ആണ് അടുത്ത ടേം ആയിട്ട് ഇവിടെ വരാനുള്ളത്. അടുത്ത് നമുക്ക് ഈ ഒരു ടേം ഈ ഒരു സീരീസ് നോക്കാം. 17.8 മൈനസ് 16 1.8 കിട്ടും. അടുത്ത 21.4, 17.8 കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 6 വരും. 3.6. അപ്പം 1.8ഉം 3.6 തമ്മിൽ എന്താണ് × 2 ആണ്. അതുപോലെ ഇത് × 2 ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്
7.2. ഇപ്പൊ 7.2 ആണ് അടുത്തത്. 21.4 7.2 28.6 കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് വരുന്നത് ഓക്കെ, ഇനി നമുക്ക് എന്താണ് വരുന്നത്? 28.6 ഇൻറ്റു 7.2 ഇൻറ്റു 2 ആണ് അടുത്തത് ആഡ് ചെയ്യേണ്ടത്. 14.44 ആണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ 28.6 പ്ലസ് 14.4 10 43 കിട്ടും. ഇനി 43യുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 14.4ന്റെ ഇരട്ടി 28.8 71.8 ആണ് വരുന്നത്. 71 ഓപ്ഷൻ ഇ 71.8ലേക്ക് നമുക്ക് ആൻസർ എത്തും. 71.8ലേക്ക് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. If the difference between the present age of P, if the difference between the present age of P and Q is 3 years. 3 years ആണ് അവരുടെ difference. And the ratio between age of P and Q after 2 years 5:4. So after 2 years അവരുടെ റേഷ്യോ 5:4 എന്നുണ്ട്. അപ്പൊ ഏത് വർഷമായാലും ഈ ഡിഫറൻസ് 3 എന്നുള്ളത് മാറില്ല. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ് എന്തെന്ന് പറയുന്നത് 3 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രയാണ് ഏജ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 5:1 യൂണിറ്റ് 3 ആണെങ്കിൽ 5 റേഷ്യോ എത്രയായിരിക്കും? 15. അതുപോലെ 4 റേഷ്യോ എത്രയായിരിക്കും? 12. 2 ഇയേഴ്സിന് കഴിഞ്ഞ ശേഷമുള്ളതാണ്. അപ്പൊ ഇനി ആഫ്റ്റർ 2 ഇയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ then find the age of P after 2 years. 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏജ് ഓഫ് P 15 ആണ് കിട്ടുന്നത്. 15 ഓപ്ഷൻ എ ആണ് ആൻസറിലേക്ക് എത്തുന്നത്. ഇപ്പൊ 5:4 എന്ന് തന്നിട്ടുണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ്. സോ നമുക്ക് കിട്ടിയ യൂണിറ്റ് 15 ഇട്ട് കൊടുത്താൽ മതി. ഇൻറ്റു 3 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടുപേരുടെ ഏജ് കിട്ടും. ഇവിടെ പിയുടെ ഏജ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എ ആൻഡ് ബി ബോത്ത് സ്പെൻഡ് 30% ഓഫ് ദെയർ ഇൻകം ടുഗദർ വിച്ച് ഈസ് ഈക്വൽ ടു 26,400. അപ്പൊ എന്താണ് 30% ആണ് തന്നിരിക്കുന്നത് 26,400 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 100 എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 88,000. ഇതാണ് അവരുടെ രണ്ടുപേരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഇൻകം ഓഫ് എ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. എയുടെയും ബിയുടെയും ഇൻകം ആണ് ഇനി പറയുന്നത്. ഒരാളുടേത് 20% മോർ, അപ്പൊ 6 ആണ്, 6,500 ആണ്. ദെൻ ഫൈൻഡ് ദ ഇൻകം ഓഫ് എ. ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഇൻകം ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ടോട്ടൽ 88,000 ഉണ്ട്. 88,000 അതെന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ് 88,000. ബിയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 40,000 എന്ന് കിട്ടും. 40,000 ആണ് ബിയുടെ ഇൻകം ഇവിടെ കിട്ടുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 20% മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 20% മോർ. സോ 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പം 20% മോർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 ഈ 1 ആഡ് ചെയ്യുക. സോ 6 ആണ് എക്ക് വരിക, ബിക്ക് വരുന്നത് 5 ആണ് വരുന്നത്. If a man
അടുത്ത ക്വസ്റ്റ്യൻ, if a man invests equal sum at the same rate of interest on simple interest for t and t plus 4 years. ടി ഉണ്ട്, ടി പ്ലസ് 4 ഇയേഴ്സ് ഉണ്ട്. അപ്പൊ എമൗണ്ട് പി തന്നെയാണ്, ഇയേഴ്സ് ടി ആണ്. പി എൻ ആർ, ആറ് സെയിം ആണ്. ഓക്കെ, ഇവിടെ 6 കിട്ടുന്നത് 1:2 ആണ്. ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് വെട്ടിക്കളയാം. പി ടി ആർ ഡിവൈഡഡ് ബൈ ടി പ്ലസ് 4 ഇൻറ്റു ആർ ഇൻറ്റു പി ആണ്. സോ ടി ബൈ ടി പ്ലസ് 4 ആണ് എന്തെന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടുന്നത്. അപ്പൊ 2t ഈക്വൽ ടു ടി പ്ലസ് 4. അപ്പൊ എന്താണ്, ടി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 4 എന്ന് കിട്ടും. 4 എത്ര കിട്ടും, ടിയുടെ വാല്യൂ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 48 ബ്രാക്കറ്റ് ബോർഡ് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 48% ഓഫ് 625 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 25 വെച്ച് ചെയ്യാം. 12 × 25. 12 × 25 ഇൻറ്റു 1.75 എന്ന് വരും. അപ്പം 12 × 25 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 75 1/3. 12 3 പോയി 4. ആൻസർ എന്താണ്, 400 എന്ന് കിട്ടും. 400 ആൻസർ കിട്ടും. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ഒരു 4 ക്യൂബ് പ്ലസ് 18 സ്ക്വയർ. 4 ക്യൂബ് എത്രയാണ്, 64. 18 സ്ക്വയർ എത്രയാണ്, 324 ഡിവൈഡ് ബൈ 49 പ്ലസ് 121 73 48. So 64 plus 324 388 divided by 49 plus 48 97 97 into 4. So ഇവിടെ ആൻസർ എത്ര കിട്ടും, 4 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 raised to x into 2 equal to 256 divided by 14√4 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്രയാണ്, 2 കിട്ടും. സോ ഇത് വെട്ടിക്കളയുമ്പം 128. അപ്പം 4 raised to x equal to 128 divided by 2 64. അപ്പൊ എക്സ് എന്ത് കിട്ടും, 3 കിട്ടും. 4 ക്യൂബ് ആണെന്ത് 64 എന്ന് പറയുന്നത്. അപ്പം എക്സ് ഈക്വൽ ടു 3. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 4 ഇൻറ്റു എക്സ് പ്ലസ് 120 ഈക്വൽ ടു 8 ക്യൂബ്. 4 ഇൻറ്റു 4x പ്ലസ് 480 ഈക്വൽ ടു 8 ക്യൂബ്. 4x ഈക്വൽ ടു 512 മൈനസ് 480 വരും. എക്സ് ഈക്വൽ ടു എത്ര കിട്ടും, 8 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, എക്സ് ഈക്വൽ ടു 8. അത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
12 ഇൻറ്റു 8 96 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 196 എക്സ് സ്ക്വയർ ഈക്വൽ ടു 100 എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും 10 കിട്ടും. ഓപ്ഷൻ എ കിട്ടും. ആൻസർ ആയിട്ട് ഓപ്ഷൻ എ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12 women can complete a work in 64 days. How many women can require to complete 2/3 of the same work in 16 days? 16 days വേണം. വർക്ക് 2/3 ആയിട്ട് കുറഞ്ഞു. ഇവിടെ വർക്ക് 1 ആണ്, ഇവിടെ 2/3 വർക്കായിട്ട് കുറഞ്ഞു. അപ്പൊ 2 ഇൻറ്റു 3 മുകളിൽ പോകും. എക്സ് എത്ര വുമൺ വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് 2 16 വെട്ടി 8 ആകും. എക്സ് ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 12 ഇൻറ്റു 64 ഡിവൈഡ് ബൈ 24 ഇപ്പൊ എത്ര കിട്ടും? 32 കിട്ടും. 32 എങ്ങനെയാണ്? M1 D1 ഈക്വൽ ടു M2 D2 എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നിരിക്കുന്ന എത്ര മെൻ, എത്ര ഇൻറ്റു ഡേയ്സ്, എത്ര ഡേയ്സ്. രണ്ടാമത്തെ കേസിൽ M2 ഇൻറ്റു D2 ഡിവൈഡഡ് ബൈ M1 D1 ഡിവൈഡ് ബൈ വർക്ക് ഉണ്ട് M2 D2 ഡിവൈഡഡ് ബൈ W2. ഞാൻ അവേഴ്സ് കൂടെ തരുവാണെങ്കിൽ നമുക്കിവിടെ H1 ഉം H2 കൂടി മുകളിൽ എഴുതാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്തത് എ ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 72 km/h crosses a pole in 30 seconds. Find the time taken by the same train to cross the pole within the speed of 54 km/h. അപ്പൊ 72 ഇൻറ്റു 5/18 സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ ഇവിടെ 4 കൊണ്ട് വെട്ടി 5 4 20 600 മീറ്ററിന് കിട്ടി. സോ ഇത്രയും ഡിസ്റ്റൻസ് 600 മീറ്റർ നമുക്ക് 54 സ്പീഡിൽ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അപ്പം 600/15 സോ ഇവിടെ എത്ര കിട്ടും? 40 സെക്കൻഡ് എന്ന് കിട്ടും. 60/15 40 സെക്കൻഡ് എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്. ഇവിടെ രണ്ട് കേസിലും ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. സ്പീഡാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ടൈം കണ്ടുപിടിക്കാനും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തന്നിരിക്കുന്ന ഫസ്റ്റ് ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് എത്രയാണ് കവർ ചെയ്യേണ്ടത് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഡിസ്റ്റൻസിനെ രണ്ടാമത്തെ സ്പീഡോട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടൈം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വേറൊരു സെക്ഷനിലോട്ട് നോക്കാം.